എന്ന് പടച്ചോൻ നന്മയും തിന്മയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യൻ, അല്ലാതെ ശരി എന്നുള്ള രീതിയിൽ മാത്രമല്ല. മനസ്സിലായോ? ശരി എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, സ്വന്തം കെട്ടിയവളെ കെട്ടിയവളും പോട്ടെ ഇതും പോട്ടെ, ഞാനിപ്പോൾ പറയാം, തെറ്റാണ്. അങ്ങനെ വേണമെങ്കിൽ കല്യാണം കഴിക്കണം. എനിക്ക് എന്തിന് കല്യാണം കഴിക്കണം? ഞാൻ എന്തിന് കല്യാണം കഴിക്കണം? അങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുത്തനെ കൂടെ കൂട്ടിയിട്ട് എൻ്റെ ചോറ് തിന്ന് വാടക റെൻ്റ് അടക്കാതെ ഓസിക്ക് കിടന്ന് എന്നെ പറ്റിച്ചു. ഞാൻ വന്നിട്ട് ഇവൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പേരിൽ വന്നിട്ട് കൗബ സത്യം, ഉമ്മ സത്യം, വാപ്പ സത്യം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാക്ക് തന്നിട്ട് ഞാൻ ആ വിശ്വാസത്തിന് മേലെ കൂടെ കിടത്തിട്ട് ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ തിന്നിട്ട് പോയി. എൻ്റെ ശരീരം മാത്രമല്ല ഇന്നായി, എൻ്റെ സമയം. എനിക്ക് ഒത്തിരി കല്യാണാലോചന വരെ വന്ന്. അവൻ കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വാക്ക് കൊടുത്തില്ല. കാരണം ഞാൻ മഷേൻ്റെ അടുത്തൊക്കെ എന്നെ കൊണ്ട് എത്തിച്ച് കഴിഞ്ഞ് എന്നെ ഒരു വെടിശാലയിൽ കൊണ്ടുവരും, പണിക്ക് വരക്കും നിർത്തിയിട്ട് എന്നെ കൊണ്ടുവരലും പോക്കും എല്ലാം ഇതായിരുന്നു. അവൻ എന്നെ നശിപ്പിച്ചു. അതിനുശേഷം ഞാൻ എന്തിനാടെ അറിഞ്ഞുകൊണ്ട് ഒരു ആണിൻ്റെ ജീവിതം ഇല്ലാതാക്കണത്? ഞാൻ ഇപ്പോൾ 10 പേർക്ക് കൂടെ കടന്നാലും നാളെ എനിക്ക് വരുന്നവൻ നാട്ടിൽ വന്നിട്ട് 10 പേരുടെ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നവനല്ല, മാന്യനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവനെന്നെ പറ്റിക്കുന്നതിന് പകരം പടച്ചവനെ കാണുന്നുണ്ടല്ലോ. പടച്ചവനെ പറ്റിച്ചാൽ പോരെ? പടച്ചവൻ കാണുന്നുണ്ടല്ലോ. ഒരു മനുഷ്യനെ പറ്റിക്കണതിനാ പടച്ചവൻ കാണുന്നുണ്ട്. എന്തിനീ മനുഷ്യനെ ഇതാക്കണത്? പടച്ചവനത് പറയുക, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ എനിക്ക് ജീവിക്കാൻ തോന്നി, ഞാൻ ജീവിച്ച്. ഇവിടെ എനിക്ക് എനിക്ക് തോന്നണില്ല. ഞാൻ ഒരാളുടെ വഞ്ചിക്കുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല. ഒരാളുടെ കെട്ടിയവനെ സ്ഥിരമായിട്ട് ഞാൻ എൻ്റെ കൂടെ നിർത്തുള്ള ഒരു കുടുംബം കലക്കുന്നില്ല. എനിക്ക് ശരിയെന്ന് തോന്നി ശരിയെന്ന രീതിയിൽ ജീവിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ പറ്റണമെന്നറിയോ? നിങ്ങൾ ചിലപ്പോൾ 2000 തരഹത്തിനും 1800 തരഹത്തിനും 3000 തരഹത്തിനൊക്കെ ആയിരിക്കും നിങ്ങൾ ജോലി ചെയ്യണത്. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്താതാകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ആഡംബരമായിട്ട് ജീവിക്കുമ്പോൾ സന്തോഷം. ആഡംബരം എന്ന് പറഞ്ഞാൽ എൻ്റെ മുല്ലപ്പൂ ഇത്തിരി ആഡംബരം തന്നെയാണ്. 10 തരഹമാണ് 2 മുഴത്തിന്. അപ്പോൾ എനിക്കിതൊരു ഭയങ്കര ആഡംബരം. എൻ്റെ ഇഷ്ടം, എൻ്റെ സുഖം, സ്നേഹം എല്ലാം ഞാൻ കണ്ടെത്തുന്നത് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ തലയിൽ ചൂടുമ്പോൾ, നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ. ഇതാണ് എൻ്റെ സ്വർഗവും എൻ്റെ ഇഷ്ടം, എൻ്റെ ആഡംബരം ഇതാണ്. അല്ല കണ്ണി കണ്ട ബെൻസുകാറിൽ പോവുക, കണ്ണി കണ്ട സലൂണിൽ പോയിട്ട് കണ്ണി കണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, 4 ആൾക്കാരെ കാണിക്കാൻ പോസ്റ്റ് ചെയ്യുക, വലിയ വലിയ വീടുകളൊക്കെ കെട്ടി ഒരു പണിയില്ലാതെ വീടൊക്കെ കെട്ടണം, കാണിച്ച് കിണറും കുത്തണം. അതൊന്നും അല്ലല്ലോ ഞാൻ കാണിക്കണത്. എൻ്റെ മുല്ലപ്പൂ ഇടൽ, ഈ 10 രൂപ ദർഹത്തിൻ്റെ മുല്ലപ്പൂ ഇടൽ നിങ്ങൾക്ക് ആഡംബരമായിട്ട് തോന്നിയാൽ അങ്ങോട്ട് എടുത്താളാ. അത് താൽക്കാലിക ആശ്വാസമല്ലെന്ന്. എടാ, ഞാൻ താൽക്കാലിക ആശ്വാസമായാലും ഞാൻ അതിൽ തൃപ്തിയാണ്. മനസ്സിലായോ? നിനക്ക് നാട്ടിൽ കാറുണ്ടോന്നും? എനിക്ക് കാറുണ്ട്, ഓട്ടോ ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്, സ്കൂട്ടി ഉണ്ട്, സൈക്കിൾ ഉണ്ട്. നിനക്ക് ഏതാ വേണ്ടത്? വാടകയ്ക്ക് വേണോ? എനിക്ക് ഏതാ വേണ്ടത്? ഇതൊക്കെ ഞാൻ സ്പാലിൽ നിന്ന് ഉണ്ടാക്കിയല്ല കേട്ടോ. ഞാൻ നേരത്തെ നല്ല ബിസിനസ്സൊക്കെ ചെയ്തിട്ട് എന്താണ് ഹോൾസെയിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെയും മീൻ കച്ചവടവും ഓട്ടോ ഓടിച്ചൊക്കെ ഉണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ മേടിച്ചാണ് എൻ്റെ വണ്ടി. സലൂണൊക്കെ വെച്ചിട്ടാണ്. അല്ലാതെ സ്പാ ഫീൽഡിൽ നിന്ന് ഞാൻ ഒരു വാഹനം പോയിട്ട് എന്താ മേടിച്ച്? കുറേ ക്രീമൊക്കെ മേടിച്ച്, സ്വീറ്റ്സ് മേടിച്ച്, ഡ്രസ്സ് മേടിച്ച്, ചെരുപ്പ് മേടിച്ച്, ബാഗ് മേടിച്ച്, റൂം റെൻ്റ് അടച്ച് ഒക്കെ ഉണ്ട് ഇവിടത്തെ കാശ് കൊണ്ട്. പക്ഷെ ഞാനിപ്പോൾ സ്പായ അല്ലല്ലോ. എനിക്കതിന് സ്പാലാണ് നിൽക്കണമെന്നുള്ള പേര് എനിക്ക് വേണ്ട. അത് പറഞ്ഞാൽ ഞാൻ സ്പായും അല്ല. ഇപ്പോൾ ദുനിയാവും മതി എന്നായിരിക്കും. നീയും ദുനിയാവിലല്ലേ നിൽക്കണേ? നീ പിന്നെ അന്തർലോഹത്തിലൊന്നും അല്ലല്ലോ. ഗ്രേറ്റ് കണ്ടിന്യൂ. ബ്രാഹ് ഗുരു എന്ന് പോയി പണി നോക്കാൻ പറയാം മൊഞ്ചത്തിന്ന്. അവ പോവുണ്ട് തൃശ്ശൂരുകാരാ. പോവണ്ടേ? കളവ് പറയുമ്പോൾ മൊഞ്ചത്തിക്ക് ചിരി വരും. അതിന് ഞാൻ ചിരിച്ചില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് കളവ് ഞാൻ എവിടെ പറഞ്ഞേക്കണത്? ഞാൻ എവിടെ വന്ന് പതിവ്രതയെന്ന് പറഞ്ഞോ? ഞാൻ ഇന്ന് ഒരു വാസ്ലിൻ കാണിച്ചിട്ട് ഞാൻ എന്താ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ? എനിക്കത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഉരച്ചിൽ വന്ന് പൊട്ടി. എനിക്കത് പറ്റുന്നില്ല, ഭയങ്കര ടൈറ്റാണ്. പ്ലാസ്റ്റിക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുതാണ്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഞാൻ എന്താ കളവ് പറഞ്ഞ? മൊഞ്ചത്തി ഇവിടെ കളവ് പറയാറില്ല മക്കളെ. കളവ് പറഞ്ഞിട്ട് മൊഞ്ചത്തി ഒരു അന്നം കഴിച്ചിട്ടില്ല. മനസ്സിലായോ? ഗെയിം വാടിയെന്ന് കഥ പറയും, നമ്മൾക്ക് കഥ പറയാമെന്ന് പറയുന്നു. മനസ്സിലായി? മൊഞ്ചത്തി എന്ന് പറഞ്ഞ വ്യക്തി ജെന്യൂനാണ്. നിങ്ങളുടെ മുമ്പിലാണ് ഇരിക്കണത്. ഇതിപ്പോൾ 57 പേര് ലൈവിൽ ഇരുന്ന് പുറമെ എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊന്നും വകവെക്കാതെ ഞാൻ സത്യമായിട്ടാണ് പറയണത്. ഇതുപോലത്തെ പെണ്ണിനെ നിങ്ങൾ ഈ ടിക്ടോക്കിൽ ഈ ദുനിയാവിൽ കണ്ടിട്ടുണ്ടോ? ചിലപ്പം കണ്ടു കാണും. ഏതാണ് ഒരു വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്. വിജയലക്ഷ്മിയാണോ ശാരദയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അവരുടെ പേരെനിക്ക് നല്ല ഇതില്ല. ഞാൻ കണ്ട ആണുങ്ങളൊന്നും എനിക്ക് തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഞാൻ കണ്ട ആണുങ്ങളെ വന്നിട്ട് നാളെ എൻ്റെ കയ്യിൽ കാശ് ഉണ്ടാകുമ്പോഴത്തേക്കും ഞാൻ അവർ വിലക്ക് വാങ്ങുന്ന ഒരു സമയം ഉണ്ടാവും എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്. മനസ്സിലായോ? അപ്പം അവരെൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ഒരുപാട് കണ്ട്. അവർ പച്ചനെ പറയുന്നൊരു സ്ത്രീയാണ്.
മനസ്സിലായോ? ഈ മുംതാസ് പിന്നെ ഷക്കീല എന്ന് പറഞ്ഞവരൊക്കെ ഈ വീഡിയോക്ക് വേണ്ടിയൊക്കെ സിനിമക്കൊക്കെ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി കാണിച്ചിട്ട് ഇപ്പം മുംതാസ് എന്താ ചെയ്യണത്? മുംതാസ് ഹജ്ജിന് പോയി അവരുടെ തെറ്റുകളെല്ലാം തിരുത്തി പുള്ളി ഒരു നല്ലൊരു കുടുംബസ്ത്രീയായി. എല്ലാ ദിവസവും പടച്ചവൻ അങ്ങനെ ആക്കത്തില്ലപ്പാ. എല്ലാ ദിവസവും പടച്ചവൻ ആരെയും ഒരു മോശ രീതിയിൽ ജീവിപ്പിക്കത്തില്ല. ഒരു ഇല ഇങ്ങനെ കടന്നതിന് ഒരു കാറ്റത്ത് ഇങ്ങനെ കിടക്കും. ഒരു ഏറ്റത്തിന് ഒരു ഇറക്കവും ഉണ്ട്. ചേച്ചി ഒരു നാച്ചുറൽ കൂട്ടാണ്. നമ്പർ കിട്ടാൻ എന്താ വഴി? നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ ആള് എനിക്ക് മനസ്സിൽ ഭയങ്കര ക്രഷ് വരണം. എനിക്ക് ഇത്തിരി ക്രഷ് വരണം. ഇപ്പം നിങ്ങൾക്ക് എന്നെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ പലവരും സത്യം പറയാമല്ലോ, എൻ്റെ അടുത്ത് പലവരും പറഞ്ഞിട്ടുണ്ട്, അല്ല DXB നിനക്ക് എന്താ കുഴപ്പം, നിനക്ക് താഴത്ത് സാധനം അനങ്ങുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഗ്രൈൻഡറിലിട്ട് ആട്ട്, ഇല്ലെങ്കിൽ മിക്സിയിലിട്ട് ആട്ട്, ഇല്ലെങ്കിൽ കൈ തരിപ്പ് മാറാനാണെങ്കിൽ വല്ല മുള്ളുമുരിക്കെ കയറിയിട്ട് ഊർന്ന് ഇറങ്ങാം. എനിക്ക് എന്തോ ചെറിയ കുഴപ്പമൊന്നുമല്ല, വലിയ എന്തോ രോഗമുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തുന്നുണ്ട് അവന്. ചെറിയ രോഗമൊന്നുമല്ല ഈ DXന്. എന്തിനീന്ന് അറിയണ ഇവിടെ ഇരുത്തണം, നമുക്ക് ഈ കയ്യിൽ വരലില്ലേ. പകുതിക്ക് അങ്ങോട്ട് പോയിക്കോട്ടാ, പതുക്കെ ഇറങ്ങും, വല്ലയിടത്തും തട്ടി വീഴണ്ട.